ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് LDF. അധികാരത്തിലേറുമെന്ന് UDF. മികച്ച വിജയം നേടുമെന്ന് NDA. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8-ന് ആരംഭിക്കും. വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ കേരളത്തിൽ ആകെ പോളിംഗ് 79.7% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഈ മാസം 6 വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കിയ QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡ് സംവിധാനം ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മീഷൻ നടപ്പാക്കിയിട്ടുണ്ട്. ഈ തിരിച്ചറിയൽ കാർഡ് ഉള്ളവരെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷനിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു QR ബേസ്ഡ് ID കാർഡ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു മോഡലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ പ്രാവശ്യം എല്ലാ പോൾ ഗോയിങ് സ്റ്റേറ്റ്സിലും QR ബേസ്ഡ് ID കാർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. കൗണ്ടിംഗ് ഹാളിലെ എൻട്രി നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻ, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും അവരുടെ കൗണ്ടിംഗ് ഏജൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്, അവർക്കുള്ള ഒരു ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർഡ്സ് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷന് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ 140 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പശ്ചിമ ബംഗാളിൽ 294, തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ നിയമസഭാ സീറ്റുകൾ. കേരളത്തിൽ തുടർ ഭരണം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന വിശ്വാസത്തിൽ UDF നേതൃത്വവും. അതേസമയം മാറി മാറി ഭരിക്കുന്ന മുന്നണികളിൽ നിന്നുള്ള മാറ്റത്തിന് കളമൊരുങ്ങുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്ന് NDAയും കരുതുന്നു. തമിഴ്നാട്ടിൽ തുടർ ഭരണം ലക്ഷ്യമിടുകയാണ് DMK. ഭരണത്തിൽ തിരിച്ചെത്താൻ AIADMKയും അട്ടിമറി വിജയത്തിനായി TVKയും കളത്തിലുണ്ട്. സുഗമമായ വോട്ടെണ്ണൽ ഉറപ്പാക്കാൻ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടസ്സപ്പെട്ടതായി ആരോപിച്ച് DMK, TVK പാർട്ടികൾ കമ്മീഷന് കത്തെഴുതി. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 4ാം ഊഴം എന്ന പ്രതീക്ഷയിലാണ്. ശക്തമായ പ്രചാരണം വോട്ടിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് BJP. അധികാരം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ CPM, കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ BJP അധികാര തുടർച്ച ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരികെ പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാനമായ അവസ്ഥയാണ്. പശ്ചിമ ബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലമായ ഫാൾട്ടായിൽ 285 ബൂത്തുകളിലും ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ മെയ് 24-നാണ്. കഴിഞ്ഞ മാസം നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേട് നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടക്കും. 5 മണ്ഡലങ്ങളിലായി 411 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി ജില്ലയിൽ നിയോഗിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും, പീരുമേട് മണ്ഡലത്തിലേത് കുട്ടിക്കാനം മരിയഗിരി EMHSലും, ദേവികുളം മണ്ഡലത്തിലേത് മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത്. ആകെ 411 ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ യന്ത്രങ്ങളാണ് എണ്ണുക. കൂടാതെ കൃത്യത ഉറപ്പാക്കാൻ ഓരോ റൗണ്ടിലെയും 2 വീതം വോട്ടിംഗ് യന്ത്രങ്ങളും 5 ബൂത്തുകളിലെ VVPAT നിർബന്ധമായി എണ്ണും.
വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൗത്യമാണിത്. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ദൃഷ്ടിക്ക് സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ആണ് ഉപഗ്രഹം വികസിപ്പിച്ചത്. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുമോദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന നേട്ടമാണ് മിഷൻ ദൃഷ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റാസോർ ഉപഗ്രഹത്തിൻ്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹത്തിൻ്റെയും വിജയകരമായ വിക്ഷേപണം രാഷ്ട്ര നിർമ്മാണത്തിനുള്ള യുവാക്കളുടെ അഭിനിവേശത്തിൻ്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 1,80,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 OPEC+ രാജ്യങ്ങൾ തീരുമാനിച്ചത്. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതടക്കമുള്ള 14 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. കുട്ടികളിലെ പ്രമേഹത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശ രേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പൊതുജനാരോഗ്യ ദേശീയ ഉച്ചകോടിയിലാണ് രേഖ പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്. കുട്ടിക്കാലത്തെ പ്രമേഹത്തിന്റെ സ്ക്രീനിംഗ്, രോഗനിർണയം, ചികിത്സ, ദീർഘകാല മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഘടനാപരവും നിലവാരമുള്ളതുമായ ദേശീയ ചട്ടക്കൂട് ഈ മാർഗനിർദ്ദേശത്തിൽ ഉറപ്പാക്കുന്നു. കുട്ടികളിലെ പ്രമേഹം നേരത്തെ കണ്ടെത്തി മരണനിരക്ക് കുറയ്ക്കൽ, സങ്കീർണതകൾ തടയൽ, പ്രമേഹബാധിതരായ കുട്ടികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയുൾപ്പെടെ ഗണ്യമായ പൊതുജനാരോഗ്യ ആനുകൂല്യങ്ങൾ മാർഗരേഖ ഉറപ്പാക്കും. ജനനം മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സാർവത്രിക ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നു. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യവും സമഗ്രവുമായ പരിചരണ പാക്കേജ് നൽകുന്നതാണ് പ്രധാന സവിശേഷത. ഇൻസുലിൻ ഉപയോഗം, രക്തത്തിലെ പഞ്ചസാര നിരീക്ഷണം, അടിയന്തര പ്രതികരണം, ദൈനംദിന രോഗപരിപാലനം എന്നിവയിൽ കുടുംബങ്ങളെയും പരിചാരകരെയും ശാക്തീകരിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ ഊന്നൽ നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം യുക്രൈനിയൻ താരം മാർത്ത കോസ്തുക്കിന്. ഫൈനലിൽ മിറ ആൻഡ്രീവയെ പരാജയപ്പെടുത്തി. ഈ വർഷം അവസാനത്തോടെ ആധാർ വിവരങ്ങൾ വെറും ഫോട്ടോയും QR കോഡും മാത്രമായി മാറ്റുമെന്ന റിപ്പോർട്ടുകളും സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും നിഷേധിച്ച് ഇലക്ട്രോണിക് വിവരസാങ്കേതിക മന്ത്രാലയം. അത്തരം മാറ്റങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം റിപ്പോർട്ടുകൾ ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനാൽ ഔദ്യോഗിക വിശദീകരണം മാത്രമേ പരിശോധിക്കാവൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് LDF. അധികാരത്തിലേറുമെന്ന് UDF. മികച്ച വിജയം നേടുമെന്ന് NDA. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.